മീനച്ചൂടിനെ വെല്ലുന്ന തിരഞ്ഞെടുപ്പ് ചൂട് കത്തിക്കയറുന്ന പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ഡീലിനെ വെല്ലുന്ന മറ്റൊരു വിവാദം ഏറ്റുപിടിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ മുതിർന്ന CPM നേതാവ് തോമസ് ഐസക് കോമാളി താരമെന്ന് പരാമർശിച്ചതാണ് വിഷയം. കോമാളി വേഷം കിട്ടുന്ന ഇത്തരം നടന്മാരെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് വോട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ എന്നായിരുന്നു ഐസക്കിന്റെ പരാമർശം. ഐസക് കലാകാരന്മാരെയാകെ അവഹേളിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ധനമന്ത്രി എന്ന നിലയിൽ ധൂർത്തും ദുർവ്യയവും നടത്തി കേരളത്തിന്റെ സമ്പദ്ഘടന തകർത്ത ധാരാളിയാണ് ഐസക് എന്നാണ് കോൺഗ്രസ് തിരിച്ചടിച്ചത്. പിഷാരടിയും ഐസക്കിന് മറുപടിയുമായി കളത്തിലിറങ്ങി. തനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമല്ല, സംസ്കാരം കൂടിയുണ്ട്. സംസ്കാരം സമരം ചെയ്താൽ കിട്ടില്ല എന്നാണ് പിഷാരടി തിരിച്ചടിച്ചത്. എനിക്ക് സംസ്കാരം കൂടിയുണ്ട്, സ്വാതന്ത്ര്യം മാത്രമല്ല ഉള്ളത്. അതുകൊണ്ട് ഈ സംസ്കാരം സമരം ചെയ്താൽ കിട്ടുന്നൊരു കാര്യമല്ല, അത് എളുപ്പത്തിൽ കിട്ടൂല. വിവാദം വോട്ടർമാർക്കിടയിലും ചർച്ചയായപ്പോൾ ഖേദപ്രകടനവുമായി തോമസ് ഐസക്കും കളത്തിലിറങ്ങി. പലസ്തീൻ വിഷയത്തിൽ പിഷാരടിയുടെ വിമർശനത്തെയാണ് താൻ പരാമർശിച്ചത് എന്നാണ് ഐസക് പറയുന്നത്. കോമാളി എന്നൊരു പ്രയോഗം ഞാൻ നടത്തി. അത് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിക്ക് മനോവിഷമം ഉണ്ടാക്കിയതിൽ എനിക്ക് ഖേദമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അഭിനയ മികവിനെക്കുറിച്ചൊന്നും മോശം പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ വിമർശനം രാഷ്ട്രീയമാണ്. ഏതായാലും ഖേദപ്രകടനം നടത്തിയാലും വോട്ടർമാരുടെ ഇടയിൽ നിന്ന് ഐസക്കിനോട് ഒരു ചോദ്യം ഉയർന്നിട്ടുണ്ട്. CPMലുമുണ്ടല്ലോ കോമാളി വേഷം കിട്ടുന്ന കലാകാരന്മാർ. അവരൊന്നും സ്ഥാനാർത്ഥികളായപ്പോൾ നേതാവിന് കോമഡി താരത്തെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് എന്ത് കാര്യമെന്ന് തോന്നിയില്ലേ എന്നാണ് വോട്ടർമാരുടെ, പ്രത്യേകിച്ച് പാലക്കാട്ടെ വോട്ടർമാരുടെ ന്യായമായ സംശയം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.